ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നീരറവയിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ദൈവവചനമായി നിൽക്കുവാൻ കർത്താവ് കൃപയേതനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നാം തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം വീണ്ടും ചിന്താവിഷയമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ലോകത്തിന് അനുരൂപരാകരുത്. എന്തുകൊണ്ട്? അല്ലെങ്കിൽ ലോകത്തിന് അനുരൂപരാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുകൊണ്ട് അനുരൂപരാകരുത് എന്ന് നാം ചിന്തിച്ചു. എന്നാൽ 2-ാം ഭാഗം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഏതിനാൽ? മനസ്സ് പുതുക്കുന്നതിനാൽ. എങ്ങനെയാണത് സംഭവിക്കുക? എങ്ങനെ, ഏത് വിധത്തിലാണ് നാം നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നത് അല്ലെങ്കിൽ ആരോഗ്യം പുതുക്കുന്നത്? അതിന് പല ഘടകങ്ങളും ഉണ്ട്. ഭക്ഷണം, സമയാസമയങ്ങൾ ഭക്ഷണം കഴിക്കുന്നു. 10 ദിവസം ആരും കഴിക്കാതിരിക്കുന്ന ഒരുത്തന് ബലം പുതുക്കുന്നു, ആരോഗ്യം പുതുക്കുന്നു എന്ന് പറയാൻ സാധ്യമല്ല. അപ്പോൾ ക്രമമായി ഭക്ഷണം കഴിക്കുന്നതിലൂടെ നാം നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നു. മാത്രമല്ല, ദിനംതോറും ശരീരത്തെ നമ്മൾ കഴുകുന്നു. കുളി മുതലായ മാർഗങ്ങളിലൂടെ ശരീരത്തിന് ബാഹ്യശുദ്ധി വരുത്തുന്നു. അതും ഇതുപോലെ ആദ്യം പറഞ്ഞ പോലെ 10 ദിവസം കുളിക്കാതെ നാം ഇരുന്നാൽ നമുക്ക് സമൂഹത്തിൽ ഇടപെടാൻ സാധ്യമല്ല. ദുർഗന്ധം വമിക്കും. അപ്പോൾ ഓരോ നാളും നാം കുളിച്ച ശുദ്ധരായി നമ്മുടെ ആരോഗ്യത്തിൻ്റെ പരിപാലനത്തിന് അല്ലെങ്കിൽ ശരീരം പുതുക്കുന്നതിന് അത് നമ്മെ സഹായിക്കുന്നു. അതുപോലെ തന്നെ വ്യായാമം. നമ്മുടെ ശരീരം കുറേ ദിവസം അനങ്ങാതിരുന്നാൽ ഒന്നിനും കൊള്ളാത്ത ദുർമനസ് കയറി നമ്മൾ പൊണ്ണത്തടിയന്മാരാകും, ആരോഗ്യം നശിക്കും. അപ്പോൾ വ്യായാമം ചെയ്യുന്നു. ഇതൊക്കെ അനുദിനം ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആത്മീയ ജീവിതത്തിലും ഇതേ കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ആകയാൽ എല്ലാ ദുഷ്ടതയും എല്ലാ ചതിവും എല്ലാ വ്യാജഭാവവും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്ന് കാണാം. അപ്പോൾ ദൈവവചന പോഷണം. ദൈവവചനത്തിൽ രമ്യപ്രവചനം 15-ാം അധ്യായത്തിൽ പ്രവാചകൻ പറയുന്നു, ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിന് ആനന്ദവും. അപ്പോൾ ദൈവവചനത്താലുള്ള പോഷണം, ആത്മീയ ബലം പുതുക്കാൻ, ആരോഗ്യം പുതുക്കാൻ ആവശ്യം വചനമെന്ന മായമില്ലാത്ത പാല്. അത് മാത്രമല്ല, എബ്രായ ലേഖനത്തിൽ കട്ടിയായ ആഹാരം വേണമെന്ന് പറയുന്നു. അപ്പോൾ ദൈവവചനത്താലുള്ള പോഷണം മാത്രമല്ല, അതേപോലെ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു എന്ന് കാണുന്നു. തന്നെത്താൻ, വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ. അപ്പോൾ അതുമാത്രമല്ല,
ആത്മീയ വ്യായാമം, പ്രാർത്ഥനാ ജീവിതം, ഇത് നമുക്കുണ്ടെങ്കിൽ ഓരോ പ്രതിദിനം ദൈവവചനത്താൽ പോഷണം പ്രാപിച്ചും തന്നെത്താൻ നിർമ്മലിച്ചും ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും തന്നെത്താൻ കഴുകിയും അനുദിനം പ്രാർത്ഥിച്ചും പ്രാർത്ഥനയിൽ ബലപ്പെട്ടും ദൈവസാന്നിധ്യം അനുഭവിച്ചും ആത്മാവിൽ ബലപ്പെട്ടും നമ്മുടെ ബലം പുതുക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല മനസ്സ് പുതുക്കണം. എങ്ങനെയാണത്? ഞാൻ 3 ചിന്തകൾ അതിനുള്ള ബന്ധത്തിൽ പറയാം. ഒന്ന്, സ്വയശോധന, അല്ലെങ്കിൽ മനസ്സിനെ ആരായുക. വിലാപങ്ങൾ 3-ാം അധ്യായത്തിൽ 3:40-41 നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കിലേക്ക് തിരിയുക. നാം കൈകളെയും ഹൃദയത്തെയും സ്വർഗസ്ഥനായ ദൈവത്തെങ്കിലേക്ക് ഉയർത്തുക. നടപ്പ് ആരായുക, ശോധന ചെയ്യുക, കൈകളെയും ഹൃദയത്തെയും ദൈവത്തെങ്കിലേക്ക് ഉയർത്തുക. നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്യുക. വെളിപ്പാട് പുസ്തകം 2-ാം വാക്യത്തിൽ അവർ നോക്കുമ്പോൾ, അല്ലെങ്കിൽ എഫെസോസ് സഭയെ സംബന്ധിച്ചുള്ള ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്, ഒത്തിരി നല്ല കാര്യങ്ങൾ. എന്നാൽ കർത്താവ് കണ്ടപ്പോൾ അവർക്കൊരു കുറവുണ്ട്. 4-ാം വാക്യത്തിൽ പറയുന്നു, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ എന്നിട്ട് അവരെന്ത് ചെയ്യണമെന്ന് പറയുന്നു? നീ ഏതിൽ നിന്ന്, അടുത്ത വാക്യം, നീ ഏതിൽ നിന്ന് വീണ്ടിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ശ്രദ്ധിക്കണം, അവിടെ ഏതിൽ നിന്ന് വീണ്ടിരിക്കുന്നു എന്ന് ഓർത്ത്, റിമംബർ. വീണത് എവിടെ? പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ചു. പക്ഷെ എന്നിട്ട് പറയുന്നു, നീയോ ആരായുക, വീണിരിക്കുന്നത് എവിടെ, ഏത് ഭാഗത്താണ് വീഴ്ച വന്നത്. അതുപോലെ ഓരോ നാളും മനസ്സിനെ ആരാഞ്ഞ് മാനസിക സ്ഥിതി, എൻ്റെ മനസ്സ് കർത്താവിൽ നിന്ന് വ്യതിചലിച്ചോ, മനസ്സിന് എന്തെങ്കിലും വീഴ്ച വന്നോ എന്നാരായുക. സ്വയശോധന. ഇത് നമ്മുടെ ഭാഗത്ത് നാം ചെയ്യേണ്ടതാണ്. മാത്രമല്ല എന്നിട്ട് പറഞ്ഞു, എന്നോർത്ത് മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ ആ അവസ്ഥയിൽ തന്നെ ഇരിക്കാനില്ല, അതിനെ ഏറ്റുപറയുക, അതിനെ ഉപേക്ഷിക്കുക, ദൈവത്തെങ്കിലേക്ക് വീണ്ടും തിരിയുക, എന്നിട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, വീണ്ടും പഴയ സ്ഥാനത്തേക്ക്, പഴയ നിലയിലേക്ക്. അപ്പോൾ മനസ്സ് ശോധന ചെയ്ത് അങ്ങനെ വരുമ്പോൾ ഓർക്കുക, പുറകോട്ട് തിരിഞ്ഞു നോക്കി, എനിക്ക് എൻ്റെ മനസ്സ് കർത്താവിൽ സ്ഥിരമോ, യഥാസ്ഥാനമോ, അതോ മനം പതറിയിരിക്കുന്നോ, മനം ലോകത്തിലായിപ്പോയോ, മനം അല്ലാത്ത അവസ്ഥയിലോ, എൻ്റെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകത വിട്ട് വഷളായിപ്പോയോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ആരായുക, മാനസാന്തരപ്പെടുക, യഥാസ്ഥാനം പുറപ്പെടുക. ഇത് ഓരോ ദിവസവും നടക്കണം. വർഷത്തിലൊരിക്കൽ നടന്നിട്ട് ഒരു കാര്യവുമില്ല. കാരണം മനുഷ്യ മനസ്സിനെ കീഴ്പ്പെടുത്താൻ നിരന്തരം പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കും. നിരന്തരം അക്ഷീണ പരിശ്രമം അവരിൽ നിന്നുണ്ടാകും. അപ്പോൾ സ്വയശോധന, സെൽഫ് സെർച്ചിങ്. അത് മാത്രമല്ല, അടുത്തത് സ്വയശുദ്ധീകരണം, സ്വയ നിർമ്മലീകരണം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ പറഞ്ഞായിരുന്നു, സ്വയം അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം
അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. എൻ്റെ യേശുവിൻ്റെ വിശുദ്ധിക്കൊത്തോണം ഞാനായോ എന്ന് മനസ്സിനെ ശോധന ചെയ്യുക മാത്രമല്ല, നിർമ്മലീകരിക്കുക, കഴുകുക, ശുദ്ധീകരിക്കുക. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകണം. അത് വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പൗലോസ് ഒരു കാര്യം ഇങ്ങനെ പറയുന്നു. 5-ാം വാക്യം, 2 കൊരിന്ത്യർ 10:5. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. ബ്രിങ്ങിങ് ഡൗൺ എവ്രി തോട്ട്, ഏത് വിചാരത്തെയും ഏത് ചിന്തയെയും യേശു ക്രിസ്തുവിനുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. മനുഷ്യ മനസ്സിനോട് പിശാച് പോരാടുമ്പോൾ നമ്മുടെ ആത്മീയമായി നമ്മെ മലിനപ്പെടുത്താൻ, നമ്മുടെ അകത്തെ മനുഷ്യനെ മലിനപ്പെടുത്താൻ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നിരന്തരം പ്രവർത്തിക്കും, നിരന്തരം പോരാടും. അനേക ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൂടെ കടത്തിവിടും. എന്നാൽ ഇതെല്ലാം എൻ്റെ കർത്താവിനോടുള്ള വിധേയത്തിന് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കി അവയെ തടുക്കേണ്ടത്, അവയെ പിടിച്ചടക്കേണ്ടത് വിശ്വാസിയുടെ ഉത്തരവാദിത്വമാണ്. സ്തോത്രം. ഏത് വിചാരത്തിൽ ഇതെൻ്റെ കർത്താവിനോട് നിരക്കുന്നതല്ല, ഈ ചിന്ത എൻ്റെ കർത്താവ് നകറ്റുന്നതാണ്. അതിനെ കീഴ്പ്പെടുത്തി, അതിനെ പിടിച്ച സ്വയശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി അതിനെ വെടിപ്പാക്കി. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ 1-ാം വാക്യം, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. സകല മാലിന്യവും നീക്കി ജഡത്തിലും ആത്മാവിലും. പത്രോസ് പറഞ്ഞു 1 പത്രോസ് 2:11, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന. അപ്പോൾ ജഡമോഹങ്ങളെ വിട്ട് അകലേണ്ടത്, ജഡത്തിൻ്റെ മോഹങ്ങൾ നമ്മോട് പോരാടിക്കൊണ്ടിരിക്കും. അതിനെ വിട്ടകലുവാൻ വിശ്വാസി കഴിയണം. വിട്ടകലണമെങ്കിൽ അതിനെ തിരിച്ചറിയണം, അതിനെ ആത്മാവിൻ്റെ ശക്തിയാൽ നേരിടണം. മാനസിക മണ്ഡലത്തിൽ നിരന്തരം പോരാട്ടമുണ്ട്. നാം ഇവിടെ നിന്ന് ജീവിതയാത്ര അവസാനിപ്പിച്ച് പോകുന്നത് വരെ നമുക്ക് ആ പോരാട്ടം ഉണ്ടായിരിക്കും. ഓരോ ദിവസവും അതിനെ നമ്മുടെ അകത്തെ മനുഷ്യനെ മലിനപ്പെടുത്തുന്ന സകല മാലിന്യത്തെയും കണ്ടുപിടിച്ച് അതിനെ വെടിപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നിർമ്മലീകരണം മാത്രമല്ല, അടുത്ത സമർപ്പണം. ഫിലിപ്പിയൻസിൽ പൗലോസ് പറഞ്ഞത്, എല്ലാം ലാഭമായതെല്ലാം അവൻ്റെ നിമിത്തം ചവറന്നെണ്ണുന്നു. അത് സാധിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അത് സാധിക്കണമെങ്കിൽ ഓരോ ദിവസവും മനസ്സിനെ ആരായുക, മനസ്സിനെ നിർമ്മലീകരിക്കുക. മാത്രമല്ല, മനസ്സിനെ കർത്താവിന് വിധേയപ്പെടുത്തുക. എന്തുകൊണ്ട്? ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പൗലോസ് തൻ്റെ ഭയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കൊരിന്ത് സഭയെക്കുറിച്ച് തന്നെ ഭയപ്പെടുന്ന ഒരു വിഷയം പറയുന്നു. 3-ാം വാക്യം, സർപ്പം ഹവ്വയെ വായത്താൽ ചതച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ മനസ്സ് ക്രിസ്തുവിൽ ഏകാഗ്രമായില്ലെങ്കിൽ
മനസ്സിലാക്കിക്കോണം, അത് കർത്താവിനെ വിട്ട് അകലുകയാണ്, കർത്താവിനെ വിട്ട് അലയുകയാണ്, പിശാചിനെ കൈവശമാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് എങ്ങനെ, പൗലോസ് അതിന് ഉദാഹരണം താഴെ കൊടുക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് തികച്ചും പ്രസക്തമാണ്. 4-ാം വാക്യം, ഒരുത്തൻ വന്ന് നിങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഇവിടെ ആ വിഷയം, വേറൊരു യേശു, വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷം. എല്ലാവരും യേശുവിനെ പ്രസംഗിക്കുന്നതാണെന്നാ പറയുന്നേ. സർപ്പം ഉപായത്താൽ ഹവ്വായെ ചതിച്ചു. ഇതുപോലെ ചതിച്ചതുപോലെ തന്ത്രപരമായിട്ട് യേശുവിൻ്റെ നാമം. പക്ഷേ ഇന്ന് കർത്താവായ യേശു പാപത്തിന് പരിഹാരം വരുത്തിയവനാ. ഇന്നത്തെ ചെപ്പടി വിദ്യകളുടെ ആശാനല്ലായിരുന്നു. ഇന്ന് പ്രസംഗിക്കുന്ന യേശു അത്ഭുതങ്ങളും ലോകത്തിൻ്റെ കാര്യങ്ങളും തരുന്ന, എന്നാൽ പാപിയെ രക്ഷിക്കുന്ന യേശുവിനെ പ്രസംഗിക്കുന്നു. അപ്പോൾ അത് വേറൊരു യേശുവായി. പാപത്തിന് പരിഹാരം വരുത്തിയ, പാപിയെ രക്ഷിക്കുന്ന, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കുന്ന, നിത്യജീവൻ പകർന്നു വന്ന, ക്രൂശിക്കപ്പെട്ട, ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു. ആ യേശുവിനെ പ്രസംഗിക്കുന്നില്ലെങ്കിൽ, അതല്ലാതെയുള്ള ഒരു യേശുവിൻ്റെ ചിത്രം പ്രസന്റ് ചെയ്യുന്നെങ്കിൽ അത് വേറൊന്നാണ്, വേറെ യേശുവാണ്. ദൈവാത്മാവിന് പകരം ആത്മാക്കൾ ധാരാളമുണ്ട്. തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനിക്കർ വ്യക്തമായി പറയുന്നുണ്ട്, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത വ്യാജമായ സകല വ്യാപാര ശക്തിയോടുമായിരിക്കും. ഇന്ന് എവിടെ നോക്കിയാലും അത്ഭുതം മതി, അത്ഭുതം. അത്ഭുതം പ്രവർത്തിക്കുന്നതിനെല്ലാം ദൈവത്തിൻ്റെ ദാസനാണെന്ന് പറയാൻ സാധ്യമല്ല. വെറും അത്ഭുതം മാത്രം ദൈവത്തിൻ്റെ അംഗീകാരമാണെന്ന് പറയാൻ സാധ്യമല്ല. അപ്പോൾ അതിൻ്റെ പുറകെ പോകുന്നെങ്കിൽ മനസ്സ് ക്രിസ്തുവിനെ വിട്ട് വ്യതിചലിച്ചു. അത്ഭുതത്തിൻ്റെ ആത്മാവിൻ്റെ പുറകെ പോയാൽ വിശ്വാസിയുടെ മനസ്സ് ക്രിസ്തുയേശുവിനോട് വ്യതിചലിച്ചു. ആ യേശുവിനോടുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ടു. വേറൊരു സുവിശേഷം, നിത്യജീവൻ, അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്തിനു വന്നു? കുറെ കാശ് തരാനും പണം തരാനും മറ്റെന്താ അല്ല. ലോകത്തിൽ ഭൗമികമായി ഒന്നും നമുക്ക് തരാനല്ല. ഇന്ന് ചെഴുപ്പിന്റെ സുവിശേഷം, ഹെൽത്ത് വെൽത്ത് ഗോസ്പൽ, ലോകത്തിലെ പദ്ധതി സുവിശേഷം. അപ്പോൾ അതിൻ്റെ പുറകെ പോയാൽ ഇത് ചൂണ്ടിക്കാണിച്ച പൗലോസ് പറഞ്ഞേ, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഇതിൻ്റെ ഒക്കെ പുറകെ പോകുന്നെങ്കിൽ സൂക്ഷിച്ചോണേ, നമ്മുടെ മനസ്സ് കർത്താവിൽ നകുന്നു. അതാ ഞാൻ പറഞ്ഞേ, സ്വയശോധനയും സ്വയശുദ്ധീകരണവും സ്വയ പരിത്യാഗവും സ്വയ സമർപ്പണവും കർത്താവിൻ്റെ സന്നിധിയിൽ അവനോട് ഏകാഗ്രത വിട്ട് എന്ത് വന്നാലും പോകാതിരിക്കാൻ എല്ലാ ചിന്തകളെയും എല്ലാ ഉയർച്ചകളെയും പിടിച്ചടക്കി മനസ്സിനെ രൂപാന്തരപ്പെടുത്തുക, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഓരോ ദിവസവും പുതുക്കപ്പെട്ട മനസ്സോടെ പുതുക്കപ്പെട്ട മനസ്സിൽ മാലിന്യമേശാതെ മനസ്സിനെ സ്ഥിരമാക്കി അത് പറയുമ്പോൾ മുന്നോട്ട് പോകുക. ഇത് പറയുമ്പോൾ മനസ്സിനെ കുറിച്ച് കുറേ പറയേണ്ടി വരും. കാരണം വേദപുസ്തകത്തിൽ ഒത്തിരി മനസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആണ്ട് യാക്കോബ് പറഞ്ഞു, ഇരുമനസ്സുള്ളവൻ. ഒന്നാമത്തെ അധ്യായത്തിലുണ്ട്, ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലെല്ലാം അസ്ഥിരൻ. മാത്രമല്ല
ഈ എഫേസ്യരിലെ 4-ാം വാക്യത്തിൽ മനം തഴമ്പിച്ചു പോയവരെ കുറിച്ച് പറയുന്നു. അപ്പോൾ വേറൊരു കാര്യം, മനസ്സ് പുതുക്കിയില്ലെങ്കിൽ എന്ത് വരുമെന്നും അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ ആ വാക്യം വായിക്കാം. എഫേസ്യലേഖനം 4-ാം വാക്യം ആദ്യം നമുക്ക് നോക്കാം. എഫേസ്യലേഖനം 4-ാം വാക്യം. അതിൽ ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ആ ഇനി എന്നുള്ള വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. എന്താ ഇനി നടക്കരുത്? ഇനി എന്ന് പറഞ്ഞാൽ മുൻപേ, എഫേസ്യരുടെ പല ഭാഗത്തും മുൻപേ എന്നുള്ള പ്രയോഗം കാണും. മുന്നേ പോകാനല്ല, മുമ്പ്. നിങ്ങൾ പാസ്റ്റ്, നിങ്ങളുടെ കഴിഞ്ഞ കാലത്ത് ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ, പ്രത്യാശയില്ലാത്തവർ, വാഗ്ദത്ത നിയമത്തിന് അന്യർ, ഇങ്ങനെയൊക്കെയായിരുന്നു. എന്നാൽ വിശുദ്ധന്മാരുടെ കൂട്ടവകാശികളായി തീർന്നിരിക്കെ, സുവിശേഷത്താൽ വിശുദ്ധന്മാരുടെ കൂട്ടവകാശികളായി തീർന്നിരിക്കെ ഇനി നിങ്ങൾ അന്യരല്ല എന്ന് പറയും. എന്നിട്ടാണ് പറഞ്ഞത് ഇനി ജാതികളെ പോലെ. എന്താ ജാതികൾ നടക്കുന്നേ? അവർ, അടുത്ത വാക്യം 12-ാം വാക്യം 19, അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയ കാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. മനം തഴമ്പിച്ചു പോയവരാകയാൽ, മനസ്സ് പുതുക്കി എന്തുകൊണ്ട് സ്വയശോധന നടത്തണം? എന്തുകൊണ്ട് സ്വയശുദ്ധീകരണം നടത്തണം? എന്തുകൊണ്ട് സ്വയ സമർപ്പണം ഉണ്ടാകണം? അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മനസ്സ് തഴമ്പിക്കും. അല്ലെങ്കിൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി മനം തഴമ്പിച്ച് നടക്കുന്ന പോലെ നിങ്ങൾ ഇനി നടക്കരുത്. മുൻപ് നടന്നു, ഇനി നടക്കരുത്. അപ്പോൾ എനിക്ക് വളരെ ഇനി എന്ന പദത്തിന് വളരെ, അല്ലെങ്കിൽ ഇനിയും എന്ന പദത്തിന് വളരെ പ്രാധാന്യം ഇവിടെ ഉണ്ട്. ഇനിയും നടന്നാൽ നിന്റെ മനസ്സ് കർത്താവ് പുതുക്കിയതാണ്, നിന്റെ മനസ്സിനെയും കഴിയതാണ്. എന്നാൽ നീ ഇനിയും അതേപോലെ പോയാൽ നിന്റെ മനസ്സ് തഴമ്പിക്കും. മനം തഴമ്പിച്ചു പോയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കും. ഇന്നതാണല്ലോ പലരും കാണുന്നത്. എന്ത് അശുദ്ധി പ്രവർത്തിക്കാനും മടിയില്ല, എന്ത് കൃതമം കാണിക്കാനും മടിയില്ല, എന്ത് വഷത്വം പ്രവർത്തിക്കാനും മടിയില്ല. യേശുവിൻ്റെ നാമം പിന്നെയും പറയും, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. അപ്പോൾ എന്തുകൊണ്ട് മനസ്സ് പുതുക്കണമെന്ന് നാം മനസ്സിലാക്കുക. മനസ്സ് പുതുക്കിയില്ല എങ്കിൽ മനം തഴമ്പിക്കും. മനം തഴമ്പിച്ചാൽ പിന്നെ എന്ത് കേട്ടാലും പ്രയോജനമില്ല, പിന്നെ സകല അശുദ്ധിക്കും. അതുകൊണ്ട് അവർക്ക് വാണിംഗ് കൊടുത്തത് ഇനി നടക്കരുത്. ഇനി നടന്നാൽ നിന്റെ മനസ്സിൻ്റെ സ്ഥിതി പോവും. ഒരു സംഗീതക്കാരൻ പറഞ്ഞു, ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും. നമ്മുടെ മനസ്സ് ഉറച്ച് മാത്രമല്ല, അതിനെക്കുറിച്ച് കർത്താവിനെ ചോദിച്ചാൽ വേറൊരു വീഡിയോയിൽ ഞാൻ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നു. ആ യശയാപ്രവചനത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, സ്ഥിരമാനസൻ, 26-ാം അധ്യായത്തിൽ, സ്ഥിരമാനസൻ നിന്നെ ആശ്രയിച്ചിരിക്കയാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കയാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. അപ്പോൾ മറ്റൊരു വാക്യം പറഞ്ഞ, കർത്താവിൽ പൂർണ്ണ ആശ്രയം വയ്ക്കുന്നവൻ സ്ഥിര മനസ്സന്, മുറച്ച മനസ്സോടെ, ഇരുമനസ്സുള്ളവനല്ല. അങ്ങനെ വരുമ്പോൾ മനസ്സ് പുതുക്കിയില്ല എങ്കിൽ നാം ഇരുമനസ്സുള്ളവരാകും. നമ്മുടെ മനം തഴമ്പിക്കും. നാം കർത്താവിനെ വിട്ടകലും, ദൈവസ്നേഹം വിട്ടകലും. മാത്രമല്ല, ഇങ്ങനെ സ്വയശോധനയും സ്വയം നിർമ്മലീകരണവും അല്ലെങ്കിൽ സ്വയശുദ്ധീകരണവും സ്വയസമർപ്പണവും അല്ലെങ്കിൽ പരിത്യാഗവുമായി നമ്മുടെ മനസ്സിനെ ഓരോ ദിവസവും പുതുക്കി
മുന്നോട്ട് പോകുമ്പോൾ ദൈവഹിതം ഇന്നതെന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇന്ന് ദൈവഹിതം അറിയാൻ, ആലോചന അറിയാൻ ഇവിടെ എല്ലാം മനുഷ്യർ പോകുന്നേ. ചില പ്രത്യേക വ്യക്തികളുടെ അടുക്കൽ പോയി, പ്രവാചകന്മാർ എന്ന ലേബിളുള്ളവരുടെ അടുക്കൽ പോയി, ഒന്നിലധികം ആളുകളുടെ അടുക്കൽ പോയി കൺഫ്യൂസ്ഡ് ആകുന്ന, ചിന്താക്കുഴപ്പത്തിലാകപ്പെട്ട ഒത്തിരി ആളുകളെ നമുക്ക് കാണാമല്ലോ. എന്നാൽ ദൈവേഷ്ടമറിയാൻ നമുക്ക് ഏക മാർഗം ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും, എന്നാൽ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം എന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയും. അപ്പോൾ മനസ്സ് മലിനപ്പെടാതെ, മനസ്സ് കളങ്കപ്പെടാതെ, മനസ്സ് ഇരുമനസ്സുള്ളതായി തീരാതെ, തഴമ്പിച്ചു പോകാതെ മനസ്സുറപ്പിച്ച്, പത്രോസ് പറയുന്നത് എങ്ങനെ, ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിങ്ങളുടെ ക്രിസ്തുയേശുവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. 1 അധ്യായത്തിലുണ്ട്. മനസ്സ് ഉറപ്പിച്ച്. ഇന്നും പലർക്കും അതില്ലല്ലോ. അതുകൊണ്ടാണ് ഇരുമനസ്സുള്ളവരായി പോകുന്നത്. ദൈവത്തിൽ നിന്നൊന്നും പ്രാപിപ്പാൻ കഴിയുന്നില്ല. ദൈവികമായ ഒരു പ്രകാശനവും കിട്ടുന്നില്ല. എന്നാൽ ദൈവിക നടത്തിപ്പും ദൈവികമായ ഇടപെടലും ദൈവികമായ എല്ലാം ദൈവഹിതത്തിൻ്റെ പൂർണ്ണ പെർഫെക്റ്റ് വില്ലിൻ്റെ പ്രകാശനം പ്രാപിക്കണമെങ്കിൽ ദൈവഹിതം ഇന്ന് നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ നാളുകൾ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മെ സഹായിക്കട്ടെ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞത് നിർത്താം. നമുക്ക് നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നത് എങ്ങനെയെന്ന 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സ്വയശോധനയും, സ്വയം ആരായുന്ന ശോധന ചെയ്യുന്ന അനുഭവം, സ്വയശുദ്ധീകരണവും അല്ലെങ്കിൽ നിർമ്മലീകരണവും, അത് മാത്രമല്ല സ്വയസമർപ്പണവും. കർത്താവിന് സ്വയമായി അർപ്പിച്ച് അവൻ്റെ പാദത്തിൽ അവൻ്റെ ഇഷ്ടത്തിന് മനസ്സിനെ കീഴ്പ്പെടുത്തി. പൗലോസ് പറഞ്ഞ പോലെ ക്രിസ്തുവിനോടുള്ള പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകളെ പിടിച്ചടക്കി, ചിന്തകളെ പിടിച്ചടക്കി നമ്മുടെ മനസ്സ് ക്രിസ്തുവിലെ ഏകാഗ്രമായി നിർമ്മലമായി ക്രിസ്തു മാത്രം നമ്മൾ തെളിഞ്ഞു നിൽക്കുന്ന, മറ്റൊന്നിനും ചെവി കൊടുക്കാത്ത, മറ്റൊന്നിനാലും വശീകരിക്കപ്പെടാത്ത അവസ്ഥയിൽ നാം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ദൈവഹിതം ഇന്നതെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങും ഇങ്ങും ഒന്നും പോകേണ്ടി വരത്തില്ല. ആരുടെയും അടുക്കൽ ഓടിപ്പോകേണ്ടി വരത്തില്ല. തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു എന്ന് 2 ദിനവൃത്താന്തങ്ങൾ പറയുന്നുണ്ട്. ഈ നാളുകളിൽ മനസ്സ് പതറാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട്, അപ്പോൾ നമ്മുടെ മനസ്സ് പുതുക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ രൂപാന്തരവും നടക്കുക. രൂപാന്തരത്തിൻ്റെ വിവിധ ഘട്ടങ്ങളുണ്ട്. അതിപ്പോൾ പങ്കുവെക്കാൻ എനിക്ക് പറ്റുകയില്ല. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പങ്കുവെക്കുന്നില്ല. നമ്മുടെ ഭാഗത്ത് ഇത് എടുത്തു പറയുന്നു. നമ്മുടെ ഭാഗത്ത് നടക്കേണ്ട കാര്യമാണ്, നാം ചെയ്യേണ്ട കാര്യമാണ്. ദൈവാത്മ സഹായം തേടാം. അതെപ്പോഴും നമ്മെ സഹായിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് തയ്യാറാണ്. പക്ഷേ നാം ചെയ്യണം, നാം ശോധന ചെയ്യണം, നാം ശുദ്ധീകരണം പ്രാപിക്കണം. അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ പോലെ ഏതിൽ നിന്ന് വിണിക്കുന്ന ഓർത്ത് മനസാന്തരപ്പെട്ട് ആ ഓർത്ത് ആരാഞ്ഞ് എന്തെങ്കിലും ഒരു അകൽച്ച നമുക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ അതിന് കാരണം എന്തെന്ന് ആരാഞ്ഞ് കണ്ടുപിടിച്ച് അത് ഏറ്റുപറഞ്ഞ് ഈ കർത്താവിലേക്ക് മടങ്ങി ആദ്യ അനുഭവത്തിൽ ഒരിക്കലും മനസ്സ് മാറാതെ അവങ്ങൾ സ്ഥിരമായി നമ്മുടെ മനസ്സ് നിൽക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മോട് സംസാരിക്കും.
നമ്മെക്കുറിച്ചുള്ള ആ ദൈവഹിതം വെളിപ്പെടുത്തും. ദാനിയേലിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: അവൻ ഉത്കൃഷ്ട മാനസനായിരുന്നു. അവനെക്കുറിച്ച് ദൈവം പറഞ്ഞത്, എൻ്റെ ഏറ്റവും പ്രിയ പുരുഷ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നവനെ. ചരിത്രത്തിൻ്റെ ഗതി വരെ ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തു. ഇതുപോലെ പുതുക്കപ്പെട്ട മനസ്സുമായി ഒരിക്കലും തഴമ്പിച്ചു പോകാത്ത, ഇരുമനസ്സുള്ളതായി തീരാത്ത, ചിന്താക്കുഴപ്പമുള്ള ആയിട്ടല്ല, സ്ഥിര മനസ്സായി, ഉറച്ച മനസ്സായി കർത്താവിനെ സേവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ പറഞ്ഞതിനൊത്തോണം അല്പമായി ചിന്തിപ്പാൻ നിങ്ങൾക്കിടയാക്കിയല്ലോ. ഓരോ ദിവസവും അതാ ഹൃദയത്തെ ഞങ്ങളെ ശോധന ചെയ്ത് ശുദ്ധീകരണം പ്രാപിച്ച് അങ്ങയുടെ ഇഷ്ടത്തിന് സമർപ്പിച്ച് ഞങ്ങളുടെ മനസ്സ് അങ്ങിൽ തന്നെ ഏകാഗ്രമായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. നാഥാ, കൃപ തരണമേ. മനസ്സങ്ങേ വിട്ട് വഷായി പോകുവാൻ അനുവദിക്കരുതേ, തഴമ്പിച്ചു പോകുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.